ഹായ് കുട്ടികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന പാഠത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഡൈജഷൻ അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിൽ കുറേ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ആ പ്രക്രിയയിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത്. ആ പ്രക്രിയകളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, റെസ്പിറേഷനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഓക്സിജനെ സ്വീകരിച്ച് ആ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ച് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് വിടുന്ന ആ പ്രവർത്തനം, ഓക്സിജനെ ഇൻടേക്ക് ചെയ്ത് കാർബൺ ഡയോക്സൈഡിലേക്ക് വെളിയിൽ വിടുന്ന ആ പ്രവർത്തനങ്ങളും ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. All living organisms need food. The food and the method of obtaining food vary from organism to organism. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ്. നമുക്കറിയാം അല്ലേ? നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും എന്താവശ്യം? ആഹാരം ആവശ്യമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. അത് നമുക്കറിയാം അല്ലേ? ഓരോ ജീവികൾ, പലതരം ജീവികൾ പല രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നതും അവ സമ്പാദിക്കുന്നതും. അപ്പോൾ ആഹാരം സമ്പാദിക്കുന്നതൊക്കെ വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റാബിറ്റ്സ് ഈറ്റിംഗ് ടെൻഡർ ഗ്രാസ്, parrots pecking at and flying away with the grains, snakes swallowing rats, bears climbing trees to gobble up the honey-laden combs. How diverse these sights are. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇളം പുല്ല് തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ അല്ലേ? തത്തകൾ തിന്നുന്ന നെൽക്കതിരല്ലേ? എലിയെ വിഴുങ്ങുന്ന പാമ്പ്, പാമ്പ് കഴിക്കുന്ന എന്തുവാ? എലി അല്ലേ? വൃക്ഷത്തിൻ്റെ മുകളിലുള്ള തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ കുടിക്കുന്ന കരടി, കരടിയുടെ മെയിൻ ഭക്ഷണമാണ് തേൻ അല്ലേ? അങ്ങനെ എത്ര കാഴ്ചകൾ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. How do you observe the diverse of food of organisms around you and the methods they adopt to collect it? എന്താ പറഞ്ഞിരിക്കുന്നത്? ചുറ്റുപാടുമുള്ള നിരവധി ജീവികളുടെ ആഹാര സമ്പാദന രീതികളും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Compile a list of the organisms you have observed and their respective food. Present it in the classroom. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ജീവികളും അവയുടെ ആഹാരം ഉൾപ്പെടെ പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ചാലോ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്കിക്കേ. നെയിം ഓഫ് ദ ഓർഗാനിസം, ജീവിയുടെ പേര്, ഫുഡ്, അവ കഴിക്കുന്ന ഫുഡ്, ഇവയാണ് നമുക്ക് ടേബിൾ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ടേബിളിൽ. നെയിം ഓഫ് ദ ഓർഗാനിസം എന്താ പറഞ്ഞിരിക്കുന്നത്? കൗ അല്ലേ? കൗ നമുക്ക് ഫുഡ്, കൗവിൻ്റെ ഒരു ഫുഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഗ്രാസ് അല്ലേ? പുല്ല് കഴിക്കും. കൗ പുല്ല് കഴിക്കുമല്ലോ. പിന്നെ എന്തൊക്കെയാണ് കൗ കഴിക്കുന്നത്? ഹേ കഴിക്കും, വൈക്കോൽ അല്ലേ? പിന്നെ ലീവ്സ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും. കൗ എന്തൊക്കെ കഴിക്കും? ഗ്രാസ്, ഹേ, ലീവ്സ്, ഫ്രൂട്ട്സ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ജീവിയാണ് ഗോട്ട്. ഗോട്ട് എന്തൊക്കെ ഭക്ഷണമായിട്ട് കഴിക്കും? ലീവ്സ് കഴിക്കും, ഗ്രാസ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ? പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്യാറ്റ് എന്തൊക്കെ ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്? മൈസ് അല്ലേ? ചുണ്ടൽ, എലിയെ കഴിക്കും ക്യാറ്റ്. പിന്നെ എന്തൊക്കെ ക്യാറ്റ് കഴിക്കുന്നത്? ഫിഷിനെ കഴിക്കത്തില്ലേ? ക്യാറ്റ് കഴിക്കും. പിന്നെ ചിക്കൻ കഴിക്കും, മീറ്റ് കഴിക്കും അല്ലേ? ഓക്കെ. പിന്നെ ബിയർ എന്ന് വെച്ചാൽ കരടിയുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഹണിയാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ബിയർ കഴിക്കുന്നത്? ഫിഷ് കഴിക്കും, ചെറിയ ഫിഷുകൾ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും ബിയർ അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കും. അടുത്ത റാബിറ്റിൻ്റെ ഭക്ഷണം നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം ക്യാരറ്റാണ് അല്ലേ? ക്യാരറ്റ് കഴിക്കും. പിന്നെ റാബിറ്റ് ഗ്രാസ് കഴിക്കും. അടുത്ത ഹ്യൂമൻ, നമ്മൾ എന്നാ കഴിക്കുന്നത് മനുഷ്യർ? നമ്മൾ കുക്കഡ് റൈസ്, നമ്മൾ അരിഭക്ഷണം കഴിക്കും, ചോറ് കഴിക്കും അല്ലേ? ചോറ് കഴിക്കും, ചിക്കൻ കഴിക്കും, മീറ്റ് കഴിക്കും, ഫിഷ് കഴിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടിരിക്കുന്നത് ആഡ് മോർ ഓർഗാനിസംസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. എന്താ പറയുന്നത്? കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാനും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ 2 ആനിമൽസിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ടൈഗർ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ഡിയർ കഴിക്കും അല്ലേ? മാനിനെ കഴിക്കും. പിന്നെന്തോ കഴിക്കുന്നത് ടൈഗർ? മീറ്റ് അല്ലേ? മീറ്റ് കഴിക്കും. പിന്നെ ഡക്ക് എന്തൊക്കെ കഴിക്കും? ഡക്ക് സ്മോൾ ഫിഷ് കഴിക്കും. പിന്നെ ഗ്രാസ് അല്ലേ? ഗ്രാസ് കഴിക്കും. ചെറിയ വേംസിനെ കഴിക്കത്തില്ല ഡക്ക്. അപ്പം ഈ 2 മൃഗങ്ങളെ കൂടി ടീച്ചർ കൂടുതൽ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ. With the help of the list, classify the living organisms into herbivore, carnivore and omnivore. Write it in the science diary. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പട്ടിക ഉപയോഗപ്പെടുത്തി സസ്യാഹാരി,
ഹെർബിവോർ എന്ന് വെച്ചാൽ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്ന പേര്, സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് ഹെർബിവോറ. കാർണിവോർ എന്ന് വെച്ചാൽ മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളാണ് കാർണിവോറ. ഒംനിവോർ എന്ന് വെച്ചാൽ എന്തുവാ, സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും. ഇങ്ങനെയുള്ള എന്നിങ്ങനെ ജീവികളെ തരംതിരിച്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഈ ഹെർബിവോറിൻ്റെ, കാർണിവോറിൻ്റെ, ഒംനിവോറിൻ്റെ ഡെഫിനിഷൻ തരാം. ഹെർബിവോർ ഈസ് ഓർഗാനിസം ദാറ്റ് ഫീഡ്സ് ഓൺ പ്ലാന്റ്സ്, അല്ലേ? പ്ലാന്റ്സ് മാത്രം, സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് ഹെർബിവോർസ്. എക്സാമ്പിൾ കൗ, ഗോട്ട്, എലഫന്റ്, റാബിറ്റ്, പിന്നെന്തുവാ ബൈസൺ എന്ന് വെച്ചാൽ കാട്ടുപോത്ത്. പിന്നെ കാർണിവോർസ്. എന്താ കാർണിവോർസ് എന്ന് വെച്ചാൽ ഓർഗാനിസം ദാറ്റ് ഫീഡ്സ് ഓൺ ആനിമൽസ്, അതായത് മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് കാർണിവോറസ്. പിന്നെ അടുത്ത ഒംനിവോർസ് എന്ന് വെച്ചാൽ എന്തോ, ഓർഗാനിസം ദാറ്റ് ഫീഡ്സ് ഓൺ എന്തൊക്കെയാ, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും. അങ്ങനെയുള്ള ജീവികളെ പറയുന്ന പേരാണ് ഒംനിവോർസ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? നമ്മൾ കാർണിവോർസിന് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. കാർണിവോർസിന് എക്സാമ്പിൾ ടൈഗർ, ലയൺ, ഫോക്സ്, ഷാർക്ക്, ഇതൊക്കെയാണ് കാർണിവോർസിന് എക്സാമ്പിൾ കേട്ടോ. ഒംനിവോർസിന് എക്സാമ്പിളാണ് ഹ്യൂമൻ, അല്ലേ, ഹെൻ, ഡക്ക്, ക്രോ, ക്യാറ്റ്, ഇവയൊക്കെ ഒംനിവോർസിന് എക്സാമ്പിളുകളാണ്. അതായത് ഈ ഹ്യൂമൻ നമ്മളെല്ലാവരും മനുഷ്യരിൽ തന്നെ ഉണ്ട് കേട്ടോ, സസ്യാഹാരം കഴിക്കുന്ന ജീവികളുണ്ട്. പക്ഷേ കൂടുതലായിട്ടും സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന മനുഷ്യരിൽ കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഹാവിൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈച്ച് ആനിമൽസ് ഫുഡ് ഈസ് ഡിഫറെൻറ്റ്? എന്താ പറയുന്നത്, ഓരോ ജീവിയുടെയും ആഹാരം വ്യത്യസ്തമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചതിൽ നമുക്ക് മനസ്സിലായല്ലേ, ഓരോ ജീവിയുടെ ആഹാരം വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലായി. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ഫുഡ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ്. എല്ലാ ജീവികളും ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു, അല്ലേ? എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു, അവരിൽ നിന്ന് അവർക്ക് എനർജിയും കിട്ടുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ഹെഡിങ് പഠിക്കാനുള്ളത് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ എന്ന് പഠിക്കണം. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വേസ് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. എന്താണ് ന്യൂട്രീഷൻ? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ന്യൂട്രീഷൻ. അത് ജസ്റ്റ് പഠിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത നോക്ക്. എവരി ഓർഗാനിസം ഒബ്റ്റെയിൻസ് ദ എനർജി നെസസറി ഫോർ ഇറ്റ്സ് വൈറ്റൽ ആക്ടിവിറ്റീസ് ഫ്രം ദെയർ ഫുഡ്. എന്താ? ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്, അല്ലേ? നമുക്കും നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കാതെ നമുക്ക് എനർജി ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത്? എനർജി വർക്ക് ചെയ്യാനുള്ള എനർജിയൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, അല്ലേ? അതെ. ദ ഫുഡ് വി കൺസ്യൂം അണ്ടർഗോസ് വേരിയസ് ചേഞ്ചസ് വിത്തിൻ അവർ ബോഡി. എന്താണ്? ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് നാം കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹൗ ഈസ് ദ ഇൻജസ്റ്റഡ് ഫുഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസംസ്? സ്വീകരിച്ച ആഹാരം, അതായത് നമ്മൾ കഴിച്ച ആഹാരം ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ലെറ്റ്സ് എക്സാമിൻ വാട്ട് ഹാപ്പൻസ് ടു ദ ഫുഡ് വി കൺസ്യൂം ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ്. നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്നും ശരീരം അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. താഴെ കേട്ടോ. ആദ്യമായിട്ട് പഠിക്കുന്നത് ഇൻജക്ഷൻ. ഇൻജക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആഹാരം സ്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഇൻജക്ഷൻ. ദർ ആർ 5 സ്റ്റേജസ് ഇൻ ന്യൂട്രീഷൻ. പോഷണത്തിന് ന്യൂട്രീഷന് എത്ര സ്റ്റേജാണ് ഉള്ളത്? 5 ഘട്ടങ്ങളാണുള്ളത്, അല്ലേ? ദർ ആർ 5 സ്റ്റേജസ് ഇൻ ന്യൂട്രീഷൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻജക്ഷൻ. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇൻജക്ഷൻ അല്ലെങ്കിൽ ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. ഫുഡ് ആദ്യം എവിടെ എത്തിച്ചേരുന്നത്? ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്, അല്ലേ? നമ്മൾ വായിലേക്കല്ലേ ആഹാരം വെച്ച് കൊടുക്കുന്നത്? അതെ, വായിലാണ് നമ്മുടെ ആഹാരം ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്? വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. വായിൽ വെച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?
ആ ഒന്നാമതായിട്ട് ഇറ്റ് മിക്സസ് വിത്ത് സലൈവ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉമിനീരുമായിട്ട് കലരുന്നു. എന്താ ചെയ്യുന്നത്, ഇറ്റ് ഗെറ്റ് ച്യൂവ്ഡ് ബൈ ടീത്ത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, വായ നമുക്ക് എന്തുണ്ട്, വേറെ പല്ലുകളുണ്ടല്ലേ, പല്ലുകൾ വെച്ച് അത് ച്യൂവ് ചെയ്യുന്നു, ചവച്ച് അതിനെ ചെറുതാക്കുന്നു അല്ലേ, ഭക്ഷണം ചവച്ചരയ്ക്കുന്നു അല്ലേ, പല്ല് വെച്ച് ഇതിനെ ഭക്ഷണത്തെ ചവച്ചരയ്ക്കുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ അത് ഉമിനീരുമായിട്ട് കലരുകയും പല്ലുകൾ വെച്ച് അതിനെ ചവച്ചരയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്സ്, ടൺ ആൻഡ് ടീത്ത് ഇൻ ഇൻജഷൻ? അവിടെ മകൾ പറഞ്ഞിരിക്കുക എന്തൊക്കെയാണ് ചുണ്ട്, ലിപ്പ് അല്ലേ, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത്? ഒബ്സർവ് ദ എക്സ്പീരിയൻസസ് ഓൺ യുവർ ഓൺ വൈൽ കൺസ്യൂമിങ് ഫുഡ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സ്വയം നിരീക്ഷിച്ച് കണ്ടെത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താ ലിപ്പിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ലിപ്പിൻ്റെ റോൾ എന്തായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ. ലിപ്പ് പ്രിവെൻറ്റ് ഫുഡ് ഗോയിങ് ഔട്ട് ഫ്രം മൗത്ത് അല്ലേ, ലിപ്പ് എന്താ ചെയ്യുന്നത്, നമ്മുടെ കഴിക്കുന്ന വായിലേക്ക് വെച്ച ഭക്ഷണം പുറത്തേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ടങ്കോ, നാക്ക് എന്താ ചെയ്യുന്നത്, ഇറ്റ് ബ്രിങ്സ് ഫുഡ് നിയർ ടു ടീത്ത് ആൻഡ് സ്വാളോ. എന്താ സഹായിക്കുന്ന ടങ്ക്, അത് പല്ലിൻ്റെ അങ്ങോട്ട് അതെ പല്ലിലേക്ക് ഫുഡിനെ വെച്ച് കൊടുക്കുന്നു ചവയ്ക്കാൻ വേണ്ടി. പിന്നെ അതിന് സ്വാളോ ചെയ്യാൻ, ഫുഡ് നമ്മൾ സ്വാളോ ചെയ്യാൻ സഹായിക്കുന്ന ആരാ, ടങ്ക് അല്ലേ, നാക്കല്ലേ. ടീത്ത് എന്താ ചെയ്യുന്നത്, ഇറ്റ് ബ്രേക്സ് ഫുഡ് ഇൻ ടു സ്മോൾ പീസസ്. പല്ല് നമുക്കറിയാം ഭക്ഷണം നമ്മൾ ചവച്ചരച്ച് ചെറിയ ബ്രേക്ക് ചെയ്യും, ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു, സ്മോൾ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു ഭക്ഷണത്തെ. ഇതൊക്കെയാണ് ലിപ്പിൻ്റെയും ടങ്കിൻ്റെയും ടീത്തിൻ്റെയും റോള്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടീത്തിനെ കുറിച്ചാണ്. ടീത്ത് നോക്കാം. ടീത്ത് ആർ യൂസ്ഡ് ടു മസ്റ്റിക്കേറ്റ് ഫുഡ്. ആഹാര പദാർത്ഥങ്ങൾ മസ്റ്റിക്കേറ്റ് എന്ന് വെച്ചാൽ ചവച്ചരിക്കുക. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് മസ്റ്റിക്കേറ്റ് എന്ന് പറഞ്ഞ പുതിയ ടേമാണ്. നിങ്ങൾ ഇങ്ങോട്ട് ഈ പാഠഭാഗത്തിൽ മസ്റ്റിക്കേറ്റ് എന്നാ പഠിക്കുള്ളൂ, ചൂടെന്ന് പഠിക്കത്തില്ല. ചൂടിന് അർത്ഥം തന്നെയാണ് മസ്റ്റിക്കേറ്റ് എന്ന് വെച്ചാൽ. അപ്പം ടീത്ത് ആർ യൂസ്ഡ് ടു മസ്റ്റിക്കേറ്റ് ഫുഡ്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ് അല്ലേ. The structure and arrangement of teeth is suitable for biting, chewing and grinding food. എന്തൊക്കെയാ, ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് ആർക്കുള്ളത്, പല്ലുകൾക്കുള്ളത് അല്ലേ. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കൊണ്ടുള്ള ഗുണം, ബൈറ്റിംഗ് അല്ലേ, കടിച്ചു പൊട്ടിക്കുക, ചൂവിങ് ചവച്ചരയ്ക്കുക, ഇതിനെല്ലാം സഹായിക്കുന്ന ആരാണ്, ടീത്താണ് അല്ലേ. നമുക്ക് ടീത്തിൻ്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പല്ലിൻ്റെ ഒരു നെടുകയുള്ള തന്നിരിക്കുന്നത്, അതായത് ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ടൂത്ത്, ഒരു പല്ലിൻ്റെ നെടുകയുള്ള നമുക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത്. പല്ലിൻ്റെ ഉപരിതല പാളിയാണ്. ഉപരിതല പാളി എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള ഔട്ടർ ലെയർ, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത് പാളിയാണ് എന്ത്, ഇനാമൽ അല്ലേ. പല്ലിൻ്റെ ഉപരിതല പാളിയാണ്, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ഇനാമൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിൻ്റെ ഇനാമലാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ സബ്സ്റ്റൻസ് ഏതാ, പദാർത്ഥം ഏതാ, വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എന്താണ്, പല്ലിൻ്റെ ഇനാമൽ അല്ലേ, ഇനാമൽ. അത് നമ്മൾ പഠിച്ച് വയ്ക്കണം. പിന്നെന്തുവാ, അടുത്ത് നോക്കിക്കേ, മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. മിൽക്ക് ടീത്ത് എന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ. ജനിച്ചു കഴിഞ്ഞ് 1 വയസ്സ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. പെർമനൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പല്ലുകൾ അല്ലേ, നമ്മുടെ ഈ പാൽപ്പല്ലുകൾ പോയിട്ട് പുതിയ പല്ലുകൾ ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിര ദന്തങ്ങൾ എന്ന് പറയും. നമുക്ക് നോക്കാം. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ പല്ലുകൾ തന്നെയാണോ എപ്പോഴും ഉള്ളത്? ആണോ? അല്ല അല്ലേ. വിൽ ആൻ ഇൻഫൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ലാസ്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്? ഒരു കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ തന്നെയാണോ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നത്? നോക്കാം. ഫസ്റ്റ് മിൽക്ക് ടീത്ത്, പാൽപ്പല്ലുകൾ. ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. ഈ പല്ലുകളാണ് എന്ത്, മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. ഇൻ ടോട്ടൽ 20. എന്താണ്, മുകളിലും താഴെയായി 10 എണ്ണം വീതം ഉണ്ടാവും അല്ലേ, 10 എണ്ണം വീതം. ആകെ 20 പാൽപ്പല്ലുകൾ, 20 മിൽക്ക് ടീത്ത് കുട്ടികളിൽ ഉണ്ടാകും. അപ്പോൾ എന്താണ് മിൽക്ക് ടീത്ത് എന്ന് വെച്ചാൽ,
In infants, teeth development starts around the age of 6 months. These are known as milk teeth. Milk teeth എത്ര ഉണ്ടായിരിക്കും? 20. ടോട്ടൽ 20 ഉണ്ടായിരിക്കും അല്ലേ? മുകളിലും താഴെയായിട്ട് 10 വീതം ആകെ 20 പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് ഉണ്ടായിരിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പെർമനൻറ്റ് ടീത്ത്. പെർമനൻറ്റ് ടീത്ത് എന്ന് വെച്ചാൽ എന്താ? സ്ഥിര ദന്തങ്ങൾ. Permanent teeth are those that replace milk teeth when they fall off. എന്താണ് പറയുന്നത്? പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം, അതായത് മിൽക്ക് ടീത്ത് കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് എന്ത്? പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിര ദന്തങ്ങൾ. If permanent teeth break or fall off, new teeth will not grow in the place. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവ പൊട്ടിപ്പോകുക, ഈ പെർമനൻറ്റ് ടീത്ത് വന്നതിന് ശേഷം ഈ പെർമനൻറ്റ് ടീത്ത് പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? അപ്പം മിൽക്ക് ടീത്ത് പോയാൽ നമുക്ക് പെർമനൻറ്റ് ടീത്ത് കിട്ടും. പക്ഷേ പെർമനൻറ്റ് ടീത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ കിട്ടുമോ? പിന്നെ ആ ഭാഗത്ത് പിന്നെ പല്ലേ ഉണ്ടാകത്തില്ല. The food we eat are they the same? നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെയാണോ? Some are large and hard while some others are soft. എന്താ പറയുക? ചിലത് കാഠിന്യം കൂടിയതും മറ്റു ചിലത് മൃദുവായിരിക്കും അല്ലേ? ചില സോഫ്റ്റ് ഭക്ഷണമായിരിക്കും, ചിലത് നമുക്ക് വളരെ ഹാർഡായ ഭക്ഷണമായിരിക്കും. Various types of teeth assist us in biting and tearing, chewing and grinding different food items. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും നമ്മെ സഹായിക്കുന്നത് നമുക്കുള്ള വിവിധ തരം പല്ലുകളാണ്. നോക്കിക്കേ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ പൊസിഷൻ. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് വിവിധ തരം പല്ലുകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് താഴത്തേക്ക് വരട്ടെ കേട്ടോ. Observe the table depicting different types of teeth, their position, numbers and uses. Analyze the table and record in the science diary in the position and the use of different types of teeth. നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ സ്ഥാനവും എണ്ണവും ഉപയോഗവും പട്ടികയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടിക വിശകലനം ചെയ്തിട്ട് വിവിധ തരം പല്ലുകളുടെ സ്ഥാനവും ഉപയോഗവും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഇൻസിസർ. ഇൻസിസർ എന്ന് വെച്ചാൽ എന്തുവാ? ഉളിപ്പല്ല്. ഇൻസിസറിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് നോക്കിക്കേ, നമ്മുടെ മുകളിലെ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇൻസിസർ എവിടെയാണ്? നമ്മുടെ എവിടെ? 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്, 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. എവിടെയൊക്കെയാണ്? മുൻവശത്തും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം അല്ലേ? 8 ആകെ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 8 എണ്ണം ഉണ്ടല്ലേ? ആകെ 8 എണ്ണം ഉണ്ട്. എവിടെയൊക്കെയാണ്? 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്, 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. മുകളിലും അപ്പർ ജോ എന്ന് വെച്ചാൽ മുകളിലത്തെ നിരയിൽ, മുകളിലത്തെ നിരയിൽ 4 എണ്ണവും താഴത്തെ നിരയിൽ 4 എണ്ണവുമായിട്ട് ആകെ എത്ര പല്ലുകളുണ്ട്? 8 ഇൻസിസേഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ നമുക്ക് പടം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴത്തെ ജോയിലാണ് തന്നിരിക്കുന്നത്, ലോവർ ജോയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പർ ജോയിൽ തന്നിട്ടുള്ള ഇവിടുത്തെ 4 എണ്ണം കണ്ട, ഈ 4 എണ്ണം മുകളിൽ, അതുപോലെ തന്നെ മുകളിൽ 4 എണ്ണം ഉണ്ട്. ഇതിനെ പറയുന്ന പേര് ഇൻസിസർ. ഇതിൻ്റെ യൂസസ് എന്നാ? ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ അല്ലേ? ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണിത് ഇൻസിസർ നമ്മളെ സഹായിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കനൈൻ. കനൈൻ എന്ന് വെച്ചാൽ എന്തുവാ? 4 canines adjacent to incisors on both sides, 2 in the upper and 2 in the lower jaw. എന്താണ് കനൈൻ എന്ന് വെച്ചാൽ? നമ്മുടെ ഇൻസിസറിൻ്റെ സമീപത്ത് കാണപ്പെടുന്ന ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് 2 വീതം പല്ലുകളുണ്ട്. ആ 2 പല്ലുകളാണ് കനൈൻ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 4 canines ഉണ്ട് അല്ലേ? 4 canines. നോക്കി നമ്മൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ. നമ്മുടെ ഇൻസിസറിനെ കണ്ടോ? ആ ഇൻസിസറിന് തൊട്ട് സമീപത്തിരിക്കുന്ന 2 പല്ലുകളുണ്ട്. 2 പല്ല്, ഒന്ന് മുകളിൽ 2 ഉണ്ട്, താഴെയും 2 ഉണ്ട്. ഈ 2 എണ്ണത്തെ പറയുന്നത് കോമ്പല്ല് അല്ലെങ്കിൽ കനൈൻ. കനൈൻ അല്ലെങ്കിൽ കോമ്പല്ല് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കിക്കേ. ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കനൈൻ എന്ന് പറയുന്നത്, കോമ്പല്ല് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രീമോളാർ. പ്രീമോളാർ എന്ന് വെച്ചാൽ എന്തുവാ? 8 പ്രീമോളാർസ് അഡ്ജസൻറ്റ് ടു കനൈൻസ്, 2 ഓൺ ബോത്ത് സൈഡ്സ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. അതായത് കോമ്പല്ലിന്, ഇൻസിസറിന്, കനൈനിന് സമീപമായിട്ട് ഇരുവശങ്ങളിലും മുകളിലും താഴെയായിട്ട് 4 പല്ലുകൾ വീതമുണ്ട്.
ആകെ എത്ര ഉണ്ട് അപ്പം പ്രീമോളാഴ്സ്? 8 പ്രീമോളാഴ്സ് ഉണ്ട് അല്ലേ? 4 പല്ലുകൾ വീതം മുകളിലും താഴെയായിട്ട് 8 പ്രീമോളാഴ്സ് ഉണ്ട്. അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ടു ച്യൂ ആൻഡ് ഗ്രീൻ ഫുഡ് എന്ന് വെച്ചാൽ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് പ്രീമോളാർ. അടുത്ത് നോക്കിയേ മോളാർ. മോളാർ എന്ന് വെച്ചാൽ 12 മോളാർ ടീത്ത് നിയർ ദ പ്രീമോളാഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് അറ്റ് ദ ബൈറ്റ്, 6 ഇൻ ദ അപ്പർ ജോ ആൻഡ് 6 ഇൻ ദ ലോവർ ജോ. അതായത് മുകളിലും താഴെയായിട്ട് 6 പല്ലുകൾ വീതമുണ്ട്. അതാണ് മോളാഴ്സ്. പ്രീമോളാഴ്സിന് തൊട്ട് സൈഡിലായിട്ട്, പ്രീമോളാഴ്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മുകളിലും താഴെയായിട്ട് 6 പല്ലുകൾ വീതം, അങ്ങനെ ആകെ 12 മോളാഴ്സ് നമുക്ക് ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്നതാ? ടു ച്യൂ ആൻഡ് ഗ്രീൻ ഫുഡ് തന്നെ, അതായത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതും മോളാഴ്സും മോളാഴ്സും ഇത് തന്നെയാണ്. ദ ജനറിക് നെയിം ഫോർ മോളാഴ്സ് ആൻഡ് പ്രീമോളാഴ്സ് ഈസ് മോളാഴ്സ്. എന്ന് വെച്ചാൽ എന്തുവാ? അതായത് മോളാഴ്സിൻ്റെ അഗ്രചവർണകം എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീമോളാഴ്സിൻ്റെ മോളാഴ്സ് എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി നമ്മൾ എന്താ പറയുന്നത്? അണപ്പല്ലുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. മോളാഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഹൗ മെനി ടീത്ത് ഡസ് an adult have? Examine the table and write the use and the number of each type of tooth in the science diary. പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകളുണ്ടാവും? 32 പല്ലുകളുണ്ടാവും അല്ലേ? 32 ഉണ്ടാകും. ഓരോ തരം പല്ലിൻ്റെ ഉപയോഗവും എണ്ണം എന്നിവ പട്ടിക പരിശോധിച്ച് ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒബ്സർവ് ദ പിക്ചർ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ carnivores and herbivorous animals and understand how closely the shape of the teeth is related to their food habits. മാംസാഹാരികളും സസ്യാഹാരികളുമായ ജീവികളുടെ പല്ലുകളുടെ പ്രത്യേകത അവയുടെ ആഹാര രീതിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചുവടെയുള്ള ചിത്രവും കുറിപ്പും വിശകലനം ചെയ്ത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 2 ജീവികളുടെ തന്നിട്ടുണ്ട്. ദ കാനൈൻസ് ഓഫ് കാർണിവോഴ്സ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. മാംസാഹാരികളുടെ കോമ്പല്ലുകൾ എന്ന് വെച്ചാൽ കാനൈൻസ് എന്ന് വെച്ചാൽ എങ്ങനെയുള്ളതായിരിക്കും? വളരെയേറെ വികാസം പ്രാപിച്ചതായിരിക്കും. എന്തിനെങ്ങനെ? അതിൻ്റെ ഗുണം എന്താ? അതിൻ്റെ റോൾ എന്തായിരിക്കും? ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. അപ്പം അതായത് മാംസാഹാരികളുടെ ഈ ടൈഗറിൻ്റെയൊക്കെ കോമ്പല്ലുകൾ, ഇൻസിസർ എന്ന് പറയുന്ന സംഭവം, ഇൻസിസറല്ല കനൈൻ എന്ന് പറയുന്ന അത് പല്ല് വളരെയധികം വികാസം പ്രാപിച്ചായിരിക്കും അല്ല, നീച്ച് വളർന്ന് വികാസം പ്രാപിച്ചായിരിക്കും. അതായത് ഇത് മാംസമൊക്കെ കടിച്ച് കീറാൻ വേണ്ടിയാണ് അതിങ്ങനെ വളർന്നിരിക്കുന്നത്. Incisors in herbivores help to bite and tear the food and premolars and molars to masticate the food. Incisors in herbivores, അതായത് ഹെർബിവോഴ്സിലുള്ള ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാ സഹായിക്കുന്നത്? ആഹാരങ്ങൾ, സസ്യാഹാരികളിൽ ഈ ഇൻസിസേഴ്സ് ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. മോളാഴ്സും പ്രീമോളാഴ്സും ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. മനസ്സിലായോ? ഇൻസിസേഴ്സ് ഇൻ ഹെർബിവോഴ്സ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാഴ്സ് ആൻഡ് മോളാഴ്സ് ടു മസ്റ്റിക്കേറ്റ് ദ ഫുഡ്. സസ്യാഹാരികളിലെ ഇൻസിസേഴ്സ് ആഹാരം കടിച്ചു മുറിക്കാനും മോളാഴ്സും പ്രീമോളാഴ്സും ആഹാരം ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൂത്ത് ഡീക്കേ, ദന്തക്ഷയം, പല്ലിന് സംഭവിക്കുന്ന കേടുപാടുകളെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. ഭക്ഷണം ചവച്ചരയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന പല്ലുകൾ ശ്രദ്ധയോടെയാണ് നമ്മൾ സംരക്ഷിക്കണം അല്ലേ? ഹെൽസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ. നമ്മൾ ഇതിനെ പല്ലുകളെ ശ്രദ്ധയോടെ സംരക്ഷിക്കണം. ബട്ട് ഇൻ മെനി പീപ്പിൾ ടൂത്ത് അണ്ടർഗോസ് ഡീക്കേ. എന്നാൽ എന്താ, മിക്ക ആളുകളിലും പല്ലുകൾ കേടുവരാറുണ്ട്. നമുക്ക് ഈ ചിത്രത്തിലാണ് കേടായ പല്ലുകളുടെ ചിത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എക്സാമിൻ ദ പിക്ചർ. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡീക്കേസ്. പല്ലുകൾ കേടുവരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനായി നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് കാൽസ്യം കോമ്പൗണ്ട്. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് ഹാൻഡ് ലെൻസ്. കാൽസ്യം സംയുക്തം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണ് മാർബിൾ അല്ല, നമുക്കറിയാം. ഇതിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. പുട്ട് ഇറ്റ് ഇൻ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിലേക്ക് എന്താണ് ചെയ്യേണ്ടത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇത് ഇട്ട് വയ്ക്കുക. ആഫ്റ്റർ സം ടൈം ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് എഗെയിൻ ഒബ്സർവ് യൂസിങ് ദ ഹാൻഡ് ലെൻസ്. എന്താ ചെയ്യേണ്ടത്? അതിന് കുറച്ച് സമയം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക. അപ്പോൾ എന്താണ്? വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസ്? മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്?
ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അല്ലേ. ദ റീസൺ ഈസ് ദാറ്റ് ആസിഡ് ഹാസ് റിയാക്റ്റഡ് വിത്ത് ദ കാൽസ്യം കോമ്പൗണ്ട് ഇൻ മാർബിൾ. അതിൻ്റെ റീസൺ എന്താ, കാരണം എന്താ, ആസിഡ് കാൽസ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിച്ചതാണ് ഇതിൻ്റെ കാരണം. ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിച്ച്, കാൽസ്യ സംയുക്തമായ മാർബിളുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് അത് എന്തായിട്ട് ദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സിമിലർലി അതുപോലെ ടൂത്ത് ഇനാമൽ ഈസ് ഓൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. പല്ലിൻ്റെ ഇനാമൽ എന്താണ്, ഒരു കാൽസ്യം സംയുക്തമാണ്, കാൽസ്യം കോമ്പൗണ്ടാണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ്ഡ് ഗ്രാജുവലി. ഇത് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നശിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഹെർ ഡെന്റിസ്റ്റ്. ഒരു കുട്ടിയും ദന്ത ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ കുട്ടി പറയുക, ഡോക്ടർ, മൈ സിസ്റ്റർ ഹാസ് ഡെന്റൽ കാരീസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഡോക്ടറെ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഡോക്ടർ പറയുവാണ്, ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ബാക്ടീരിയ വിൽ ഫീഡ് ഓൺ ദ ഫുഡ് പാർട്ടിക്കിൾസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ ടീത്ത്. എന്താ പറയുന്നത്, ആഹാരം കഴിച്ചതിന് ശേഷം വായ് ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും അല്ലേ. This will result in lactic acid production. This is what damages the teeth. എന്താ, ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും, അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും അല്ലേ. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്. അപ്പം നമ്മൾ ശരിയായി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് കഴുകണം, വായ വൃത്തിയായിട്ട് കഴുകണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പല്ല് കേടായി പോകും. അപ്പോൾ കുട്ടി ചോദിക്കുക, ലാക്റ്റിക് ആസിഡ് ഈസ് എ വെരി വീക്ക് ആസിഡ്, ഹൗ ഡസ് ഇറ്റ് കോസ് ടൂത്ത് ഡീക്കേ? അപ്പോൾ കുട്ടി ചോദിക്കും, ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞൊരു ആസിഡാണല്ലോ, അതെങ്ങനെയാണ് പല്ലിനെ നശിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടർ പറയാണ്, യു നോ മാർബിൾ പീസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ് വെൻ ഇറ്റ് റിയാക്റ്റഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലൈക്ക്വൈസ് ഇനാമൽ വിച്ച് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട് റിയാക്ട്സ് വിത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് കോസസ് ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. എന്താ പറയുന്നത്, ഡോക്ടർ പറയുകയാണ്, കാൽസ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുന്നത് നമ്മൾ കണ്ടല്ലോ അല്ലേ, നമ്മൾ കണ്ട്. അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്, പെട്ടെന്നൊന്നും അല്ലല്ലേ. പെട്ടെന്ന് നമ്മുടെ ഒരു പ്രാവശ്യം വാ കഴുകില്ലെന്ന് ഓർത്ത് നമ്മുടെ അവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടായി നമ്മുടെ പല്ല് ദ്രവിച്ച് പോവുകയല്ല. വർഷങ്ങളായല്ലേ, ദീർഘകാലം കൊണ്ട് തന്നെ വാ കഴുകാതെ നമ്മുടെ പല്ലിനിങ്ങനെ ലാക്റ്റിക് ആസിഡ് പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ പല്ല് കേടായി പോകുന്നത്. അടുത്തത്, ഐ ക്ലീൻ മൈ ടീത്ത് തറലി അറ്റ് നൈറ്റ് ബട്ട് സംടൈംസ് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ്സ് ഐ സ്കിപ്പ് ഇറ്റ്. ഈസ് ദെയർ എനിത്തിങ് റോങ് ഇറ്റ് ഇൻ ഡോക്ടർ? അപ്പോൾ ചോദിക്കുക, ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വാ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നാ പറയുന്നത്, നോ മാറ്റർ വാട്ട് ഫുഡ് യു ഈറ്റ്, യു ഷുഡ് ക്ലീൻ യുവർ മൗത്ത് വെൽ എക്സ്പെഷ്യലി ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. എന്താ പറയുന്നത്, ഏതാഹാരം കഴിച്ചാലും വാ നന്നായി വൃത്തിയായി കഴുകണം അല്ലേ, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാര വസ്തുക്കൾ. അവ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു ഈ സ്വീറ്റ് അല്ലേ. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഓൾവേസ് ക്ലീൻ യുവർ മൗത്ത് വെന്നെവർ യു ഈറ്റ് സംതിങ്. എന്താ പറഞ്ഞിരിക്കുന്നത്, രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ കുട്ടി പറയാം, ഐ അണ്ടർസ്റ്റുഡ് മെനി തിങ്സ്, ഐ വിൽ ഫോളോ ദീസ് തിങ്സ് ആൻഡ് വിൽ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കും. അതോടൊപ്പം എന്നാ ചെയ്യണം, ഇതെൻ്റെ കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും തീർച്ചയായിട്ടും പങ്കുവയ്ക്കും അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വുഡൻറ്റ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഡെൻ്റൽ കെയർ? ദന്ത സംരക്ഷണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലേ? Discuss in group and prepare questions and conduct the interview with the dentist. Prepare a note based on the information obtained from the interview and record it in your science diary. So far we have discussed the importance of teeth diagram. Now let's discuss the role of tongue. അപ്പോൾ നമ്മൾ ദഹന പ്രക്രിയ ഇപ്പോൾ ഇതുവരെ പഠിച്ചത് എന്തുവാ, പല്ലിൻ്റെ ഒരു ഡൈജഷൻ. നമ്മളിപ്പോൾ പഠിച്ചത് പല്ലിൻ്റെ പ്രാധാന്യം അല്ലെ, ടീത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് നാക്കിനുള്ള പ്രാധാന്യം പഠിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ദഹന വ്യവസ്ഥയിൽ പല്ലിൻ്റെ റോളിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അപ്പം നിങ്ങൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്തത് നമുക്ക് നാക്കിനുള്ള റോളാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് ടൺഗിൻ്റെ റോളാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ മക്കളെ.